അതിത് പഠിക്കുമ്പോൾ തന്നെ ചെറിയൊരു അറിവ് നമുക്ക് ലഭിക്കുകയാണ്. എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്, എങ്ങനെയാണ് ഞാനല്ലാതായി മാറിയത്, ഇത്ര പെട്ടെന്നാണ് ഞാനല്ലാതായത്, എത്ര പെട്ടെന്നാണ് എന്നോട് പറയരുതാത്തത് അവൻ പറഞ്ഞത്. എത്ര വേഗത്തിലാണ് ഒരു കാരണവുമില്ലാതെ അവൻ പിണങ്ങിയത്. അതെല്ലാം ഇതുകൊണ്ടാണ്. കാരണങ്ങളൊക്കെ പിന്നെയാണ് ഉണ്ടാക്കുന്നത്. യുക്തിയും കാരണവും ഒക്കെ പുറകെ വരുന്നതാണ്. എല്ലാ പിണക്കങ്ങളും എല്ലാ ഇണക്കങ്ങളും എല്ലാം വൃത്തിയിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം വൃത്തിയുടെ സമാനം ആകാരമുള്ളതായിത്തീരുകയാണ്. അപ്പോൾ പുരുഷനിൽ അവഭാസിക്കുന്നത് ഇങ്ങനെയാണ്. ആ സമയത്ത് തന്നിൽ ആരോപിക്കുന്ന ശാന്താദി വൃത്തികൾ, ശാന്തം, ഘോരം, മൂഢം തുടങ്ങിയ വൃത്തികൾ കൊണ്ട് പുരുഷൻ ഞാൻ ശാന്തനാണ്, ഞാൻ മൂഢനാണ് എന്നിങ്ങനെ നിശ്ചയിക്കുകയാണ്. അതിന് മിശ്രാജി കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു ദൃഷ്ടാന്തത്തെയാണ് എടുത്ത് കാണിക്കുന്നത്. കാരണം ജപാകുസുമ സാന്നിധ്യത്തിൽ ഉള്ള സ്ഫടികമണി പോലെ ഭ്രാന്തിജന്യമായ കാര്യത്തെ സ്പഷ്ടമാക്കാൻ അദ്ദേഹം വേറൊരു ഉദാഹരണവും കൂടെ കൊടുക്കുകയാണ്. എപ്രകാരമാണോ കലുഷിതമായ ദർപ്പണത്തിൽ, ചെളി പിടിച്ചിരിക്കുന്ന ദർപ്പണം, കണ്ണാടിയിൽ ചിലയിടത്ത് അതിൻ്റെ പുറകിൽ അടിച്ചിരിക്കുന്ന മെർക്കുറി പൊളിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കണ്ണാടി, ചില ഭാഗത്തെ കണ്ണാടിക്കകത്ത് തന്നെ ചെളി മുഴുവൻ കളയാതെയാണ് പുറകിൽ മെർക്കുറി തേച്ചത്. അങ്ങനെ വരുന്നതിനെ കലുഷിത ദർപ്പണം എന്ന് പറയും. ആ കലുഷിത ദർപ്പണത്തിൽ പ്രതിച്ഛാദിതമായ മുഖം, അതിൽ പോയി നോക്കുകയാണ്. അങ്ങനെയുള്ള മുഖം മലിനമെന്ന പോലെ കാണപ്പെടുന്നു. മുഖത്തിൻ്റെ മാലിന്യമല്ല, കണ്ണാടിയുടെ മാലിന്യമാണ് അവിടെ കാണുന്നത്. അതുപോലെ വിദ്വാനകാലത്തിലെ പുരുഷൻ എങ്ങനെ വിഷയത്തെ സമർപ്പിക്കുന്നു, അതാണ് ചോദ്യം. അതിന് വാചസ്പതി വീണ്ടും പറയുകയാണ്. യദ്യഹി പുരുഷ സമാരോപോ അപി ശബ്ദാദി വിജ്ഞാനവത് ബുദ്ധിവൃത്തിർ യദ്യപി ച പ്രാകൃതത്വേന ചിദ്രൂപതയാനുഭാവ്യ തഥാപി ബുദ്ധേഃ പുരുഷത്വമാപാദയൻ പുരുഷവൃത്തിരിവാനുഭവ ഇവ അവഭാസയത്തെ തഥാ ചായം അപി വിപര്യയോ അപ്യാത്മാ വിപര്യയവാ ഇവാ ഭോക്താവി ഭോക്തേവ വിവേകഖ്യാതിരഹിതോ അപി തത്സഹിത ഇവ വിവേകഖ്യാത്യം പ്രകാശത്തെ ഏതച്ഛ ചിത്തേരപ്രതിസംക്രമായാസ്തദാ ആകാര ആപത്തൗ സ്വബുദ്ധി സംവേദനം ഇത്യത്ര സത്വപുരുഷയോരത്യന്ത സങ്കീർണയോഃ പ്രത്യയാവിശേഷോ ഭോഗഃ ഇത്യത്ര ചോപ ഉപപാദിഷ്യത്തെ യദ്യപി മലിനോസ്മി എന്നിങ്ങനെ പുരുഷ അവസ്ഥിത ഭ്രമജ്ഞാനവും കൂടി ഞാൻ മലിനമായിരിക്കുന്നു എന്നിങ്ങനെ പുരുഷാവസ്ഥിത ഭ്രമജ്ഞാനം, കണ്ണാടിയുടെയാണ്,
മാലിന്യം. പക്ഷെ അത് നോക്കിയിട്ട് ഞാനാണ് മലിനമായിരിക്കുന്നത്. ഞാൻ മലിനമല്ല, ഞാൻ ബുദ്ധനാണ്, ഞാൻ മുക്തനാണ്, ഞാൻ കേവലനാണ്, എനിക്ക് മാലിന്യമുണ്ടാവില്ല. ഇതാണ് ചിതിശക്തിയുടെ പ്രത്യേകത. പക്ഷേ കണ്ണാടിയുടെ മാലിന്യം താതാത്മ്യം പ്രാപിച്ചിട്ട് ഞാൻ മലിനനാണ് എന്ന ബ്രഹ്മജ്ഞാനവും കൂടി ശബ്ദാദിവിഷയകമായ ബുദ്ധിവൃത്തിയാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയാണ് വിഷയങ്ങൾ. അവയോട് ചേർന്ന് വരുന്ന വൃത്തിയാണ്. അതായത് ബുദ്ധിയുടെ തന്നെ വ്യാപാരമാണ്. പുരുഷൻ്റെ വ്യാപാരമല്ല, ബുദ്ധി വ്യാപാരമാണ്. നമ്മളീ പഠിക്കുന്നതും എടുക്കുന്നതും മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നതുമെല്ലാം ബുദ്ധിയോട് ചേർന്നതാണ്. പുരുഷനെ പങ്കെടുപ്പിക്കുന്നില്ല. പുരുഷൻ്റെ ജ്ഞാനം നേടിയിട്ട് പഠിക്കുകയായിരുന്നു എങ്കിൽ ബുദ്ധിയിൽ ഇത് വേറിട്ട് കാണും. ആ വേറിട്ട് കണ്ട് പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നത് എളുപ്പമാവും. വേറിട്ട് കണ്ട് പഠിക്കുകയാണെങ്കിൽ ബുദ്ധിയുമായി അത് താതാത്മ്യം പ്രാപിക്കില്ല. താതാത്മ്യം പ്രാപിക്കാതിരിക്കുമ്പോൾ അറിവുണ്ടാവും. അത് വിഷയജ്ഞാനമാണ് എന്ന ബോധം ഉണ്ടാവും. അതിൽ നമ്മൾ വികാരം കൊള്ളില്ല. ഇതാണ് വികാരപരമായ ഒരറിവ്. അതിൽ അതാത് വിഷയങ്ങളുടെ വികാരങ്ങളെ കൂടി മാനിക്കാൻ കഴിയും. നമ്മളവിടെ സ്വച്ഛന്തമായി സ്വരൂപസ്ഥിതിയിൽ നിൽക്കുന്നതുകൊണ്ട് വിവേകഖ്യാതിയിൽ അസംപ്രജ്ഞാതത്തിനും വിഷയഭോഗത്തിനും ഇടയിൽ സംപ്രജ്ഞാതത്തിൽ നിൽക്കുന്നത് കൊണ്ട്, വിവേകഖ്യാതിയിൽ നിൽക്കുന്നത് കൊണ്ട് ആ വിഷയത്തെയും നമ്മെയും പ്രാതിയോഗികമായി വന്നിരിക്കുന്നയാളെയും തിരിച്ചറിയാനാവും. അയാളിൽ മാറി മാറി വരാവുന്ന ഭാവങ്ങൾക്കനുസരിച്ച് ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ അയാളിലേക്ക് എത്തിക്കാൻ കഴിയും. അയാളിൽ ഭ്രമമുണ്ടാക്കാതെ കാര്യം ചെയ്യാൻ കഴിയും. ഇതാണിത് പഠിച്ചാലുള്ള ഏറ്റവും വലിയ മെച്ചം. ലോകവുമായി ഇടപെടേണ്ടി വരുന്ന ഏത് കാര്യത്തിലായാലും ഇതിൻ്റെ പഠനം അനിവാര്യമാണ്. ഒരാളോട് ഇടപെടുമ്പോൾ അയാളുടെ ചിത്തവൃത്തികളെ കൂടി കണ്ട് ഏതിലയാൾ താതാത്മ്യം പ്രാപിക്കുന്നു എന്നറിഞ്ഞ്, നമ്മോടുള്ള വിരോധമോ നമ്മോടുള്ള പ്രശ്നമല്ല, അയാളുടെ ചിത്തവൃത്തികൾ പ്രചണ്ഡങ്ങളായി തീർന്ന് അതുമായി താതാത്മ്യം പ്രാപിച്ച് ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ഞാൻ മൂഢനാണ് തുടങ്ങിയ ഭാവങ്ങൾ കൈക്കൊണ്ട് അയാളുടെ പുരുഷാകാരം ബുദ്ധിവൃത്തിയിൽ
അധ്യാരോപം ചെയ്ത് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ സംസാരിക്കുന്നത്. മാർക്കറ്റിംഗ് അപ്പൊ അങ്ങനെയുള്ള ഒരാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ ട്രാൻസാക്ഷനും അവിടെയാണ്. അപ്പോൾ ഇതറിഞ്ഞാണ് അയാൾക്ക് പ്രയോജനമുള്ള കാര്യമാണെങ്കിൽ പോലും അയാളുടെ വൃത്തി താതാത്മ്യം പ്രാപിക്കുന്നത് അതിനെതിരെയാണെങ്കിൽ സമ്മതിക്കില്ല. പ്രയോജനമുള്ളതാണെന്ന് അറിയുമ്പോഴും സമ്മതിക്കില്ല. അതാണ് ഇതിൻ്റെ അപകടം. അച്ഛനും അമ്മയൊക്കെ ചിലപ്പം മകന് വളരെ പ്രയോജനമുള്ള കാര്യമായിരിക്കും ചെയ്യുന്നത്. വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വേറൊരുത്തം കേട്ടുവെന്നോ ചോദിച്ചേടാ, ഞാൻ വിചാരിച്ചു ഇത് നീ സമ്മതിക്കുമെന്ന്. കാരണം നീ എന്നോട് പറഞ്ഞ് നിനക്കിഷ്ടപ്പെട്ട ഒരു തീരുമാനം നീ എന്നോട് ഇന്നലെ പറഞ്ഞതാണ് നിൻ്റെ അമ്മ പറഞ്ഞത്. നീ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ ഒരു പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് നീ ഞാനോട് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. നിൻ്റെ അമ്മ നീ ഇന്നലെ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. നീ എന്താ സമ്മതിക്കാത്തത്? അവിടെ അവനൊരു മാനേജ്മെന്റ് കളി കളിക്കും. അവിടെ അവൻ മറ്റവൻ്റെ വൃത്തിക്കനുസരിച്ച് അമ്മയുടെ അടുക്കൽ സ്വീകരിക്കാത്തൊരു നയം സ്വീകരിച്ചിട്ട് പറയും, നിനക്കെൻ്റെ തള്ളയെ അറിയാൻ മേലായിട്ട്. അവരെ പറഞ്ഞതൊന്നുമല്ല അവരുടെ മനസ്സിലിരും. അപ്പം മറ്റവൻ അത്ര വിശ്വാസം വരികയില്ല. അവൻ പറയൂടെ എനിക്കങ്ങനെ തോന്നുന്നില്ലല്ലോ. അത് നിനക്കെങ്ങനെയാ തോന്നുന്നത്? നീ ഇപ്പം എൻ്റെ കൂടെ വന്നല്ലേ ഉള്ളൂ. ഞാൻ എത്ര കൊല്ലമായി അവരുടെ മകനല്ലേടാ ഞാൻ, എനിക്കല്ലേ അവരെ അറിയുള്ളൂ. അവൻ തൽക്കാലം ഒന്നും മിണ്ടാതെ പോകും. അവൻ തിരിച്ചു ചെന്ന് തള്ളയായിട്ട് സംസാരിക്കുമ്പം എൻ്റെ കുഞ്ഞെ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഞാൻ പറഞ്ഞിട്ടാണെന്ന് വേണ്ട, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഇനി അവൻ ചെയ്യുകയില്ലാത്തതെങ്കിൽ നീ പറഞ്ഞ് സമ്മതിപ്പിച്ച് അപ്പുറത്ത് ചെയ്തു. വേണ്ട സഹായമെല്ലാം നിൻ്റെ കയ്യിൽ ഞാൻ തന്നേക്കാം. ഞാൻ ആ തന്നതൊന്നും അവൻ അറിയണ്ട. അത്തരം ഒരു മകനും മകളും ഒക്കെയാണ് നമ്മളെല്ലാവരും എന്നാണ് പറഞ്ഞത്. അതാ പറ്റുന്നതാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൃത്തിയുമായി താതാത്മ്യം പ്രാപിക്കുന്നു. മനസ്സിലായി? വൃത്തിയുമായി ബുദ്ധി താതാത്മ്യം പ്രാപിക്കുന്നു. നമ്മളുടെ ബുദ്ധി ഒരു വൃത്തിയുമായി താതാത്മ്യം പ്രാപിച്ച് കഴിഞ്ഞാൽ ആ കേവലത പൂർണ്ണമായിട്ടങ്ങ് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ താതാത്മ്യം പ്രാപിച്ച് മതം, താതാത്മ്യം പ്രാപിച്ച് രാഷ്ട്രീയം, താതാത്മ്യം പ്രാപിച്ച് സംഘടന, താതാത്മ്യം പ്രാപിച്ച് ഔദ്യോഗിക വൃത്തി, താതാത്മ്യം പ്രാപിച്ച് ബന്ധങ്ങൾ, താതാത്മ്യം പ്രാപിച്ച് കൂട്ടുകാർ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അതെ അതെ. അപ്പോൾ അധ്യസിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് വേറെ ഒന്നും കയറുകയില്ല. അതുകൊണ്ട് വിഷയജ്ഞാനരൂപമായ തദ്രൂപത, യദ്യപി മലിനോ അസ്മി എന്നിങ്ങനെ പുരുഷാവസ്ഥിത ഭ്രമജ്ഞാനവും കൂടി ശബ്ദാദിവിഷയകമായ ബുദ്ധിവൃത്തിയാണ്. അതായത് ബുദ്ധിയുടെ തന്നെ
വ്യാപാരമാണ്, പുരുഷന്റെ അല്ല. വിഷയജ്ഞാനരൂപമായ തദ്രൂപത, ആരോപം, അത് ജഡമാണ്. അചേതനമെന്ന് പ്രതീതമാണ്. ആരോപബുദ്ധിയിൽ പുരുഷത്വം നേടിയിട്ടുള്ള പുരുഷവൃത്തിക്കു തുല്യം ചേതനത്വം പ്രതീതമാണ്. ബുദ്ധി ഇങ്ങനെ ചേരുമ്പോൾ പുരുഷ സാമീപ്യത്തിലാണ്. അതുകൊണ്ട് പുരുഷവൃത്തിക്ക് തുല്യം ചേതനത്വം അതിന് പ്രതീതമാണ്. അതുകൊണ്ട് ആത്മാവ് വിപരീത വൃത്തിയുള്ള ഒന്നല്ലെങ്കിലും വിപര്യ വൃത്തി, അവിപര്യം, വിപരീത വൃത്തിയുള്ളതല്ലാത്തത് അവിപര്യം അല്ലെങ്കിലും, ഭോക്താവല്ലെങ്കിലും വിപരീതജ്ഞാനത്തോടു കൂടിയതും ഭോക്താവായതും എന്ന പോലെ കാണപ്പെടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വിവേകജ്ഞാന വൃത്തിയില്ലാതെയെങ്കിലും വിവേക വൃത്തിയുക്തമെന്ന പോലെ, വിവേകമില്ലാതെയാണ് ഇതിൽ ചെന്ന് വീഴുന്നത്. പക്ഷെ വർത്തമാനം പറയുമ്പോൾ ഏറ്റവും വിവേകിയെ പോലെ, അതല്ലേ പറയുന്നത്. ഞാൻ ആലോചിക്കാമോ ചാടുവോ? എനിക്കറിയാമല്ലേ, എന്നെ അങ്ങനെയാണോ വിചാരിച്ചേ? ഞാൻ നല്ല പോലെ ആലോചിച്ചിട്ടാണ്. ആലോചിക്കുന്ന എവിടെയാ? വൃത്തിയിൽ ഈ വീണ സാധനം വെച്ചോണ്ടായി ആലോചിക്കുന്നത്. വൃത്തിക്ക് വെളിയിൽ നിന്നുകൊണ്ടല്ല. വൃത്തിക്ക് വെളിയിൽ നിന്നുകൊണ്ടാണെങ്കിൽ യാദൃച്ഛികമായി സംഭവിക്കുന്നെങ്കിൽ സംഭവിച്ചോട്ടെ. ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു അത് വേണ്ട, ശരി വേണ്ട. വേറൊരാൾ പറഞ്ഞു ആകാം, ആയിക്കോട്ടെ. ആയാലും ആയില്ലെങ്കിലും ഒന്നുമില്ല. കാരണം പ്രകൃതിയുടെ ഇഷ്ടമാണ്. അതിൽ ക്ലേശം വന്നാൽ അതും പ്രകൃതിയുടെ കാര്യമാണ്. മറ്റതല്ല, എന്ത് എതിർപ്പ് വന്നാലും നിർബന്ധമാണ്. അതാണ് വിവേകവൃത്തിയുക്തമെന്ന പോലെ അവിവേകഖ്യാതിയിൽ ഭാസിക്കുന്നു. ഇപ്രകാരമുള്ള അഭേദഭ്രമത്തെ മുന്നോട്ടുള്ള സൂത്രത്തിൽ പറയും. 4:1 ചിതേരപ്രതിസംക്രമായാസ്തദാകാരാവത്തൗ സ്വബുദ്ധി സംവേദനം. 4 കൈവല്യപദമല്ലേ? കൈവല്യപദമല്ലേ? അതിലെ 21 ചിതേരപ്രതിസംക്രമായാസ്ത തദാകാരാവത്തൗ സ്വബുദ്ധി സംവേദനം. 22 റൈറ്റ്, 22. ചിതിശക്തിയായ പുരുഷന് മാറ്റങ്ങളില്ലാതിരിക്കെ ചേതന പ്രതിബിംബമുള്ള ബുദ്ധിയുടെ ആകാരപ്രാപ്തിയിൽ തനിക്ക് ഭോഗ്യമായ ബുദ്ധിയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു എന്നാണ് സൂത്രത്തിൻ്റെ അർത്ഥം.
ചിതിശക്തിയായ പുരുഷന്, ചിതിശക്തിക്ക് മാറ്റമില്ല, യാതൊരു മാറ്റവും ഇല്ലാതിരിക്കെ ചേതന പ്രതിബിംബമുള്ള ബുദ്ധിയുടെ, ആ പ്രതിബിംബിതമായ ആകാരപ്രാപ്തിയിൽ, ബുദ്ധിയിൽ പ്രതിബിംബിച്ചുണ്ടായ ആകാരത്തിൽ തനിക്ക് ഭോഗ്യമായ ബുദ്ധിയുടെ സാക്ഷാത്കാരമുണ്ടാകുന്നു, അതുമായി താതാത്മ്യം പ്രാപിച്ച് കാണപ്പെടുന്നു. ഇവിടെ ജ്ഞാനം പുരുഷൻ്റെ ഗുണമല്ലെന്ന് സ്പഷ്ടീകരിക്കുകയാണ്. ആ അറിവ് പുരുഷനുമായി ബന്ധപ്പെട്ടതല്ല, പുരുഷൻ്റെയല്ല. ചിത്തത്തിന് പുരുഷ സാന്നിധ്യമുണ്ടാകുമ്പോൾ പുരുഷൻ ചിത്തത്തിൽ പ്രതിഫലിച്ചതുപോലെ ആവുകയും അപ്പോൾ ചിത്തം ജ്ഞാനമുള്ളതുപോലെ സ്വയം ഭാസിക്കുകയും ചെയ്യുകയാണ്. പുരുഷ സാമീപ്യത്തിൽ ചിത്തം പുരുഷനെ പോലെയായിട്ട് ജ്ഞാനമുള്ളതുപോലെ സ്വയം ഭാസിക്കുന്നു. സത്വപുരുഷയോരത്യന്താ സങ്കീർണയോഃ പ്രത്യയാവിശേഷാത് ഭോഗഃ പരാർത്ഥത്വാദന്യ സ്വാർത്ഥ സംയമാത് പുരുഷജ്ഞാനം. സത്വപുരുഷയോഃ അത്യന്താസങ്കീർണയോഃ പ്രത്യയാവിശേഷാത് ഭോഗഃ പരാർത്ഥത്വാദ് അന്യഃ സ്വാർത്ഥ സംയമാത് പുരുഷജ്ഞാനം. അത്യന്തം അഭിന്നങ്ങളായ സത്വപുരുഷന്മാരെ വിവേചിച്ചറിയായികയാലാണ് ഭോഗമുണ്ടാകുന്നത്. ചേർച്ച അത്രയും ചേർന്നിരിക്കുന്ന കൊണ്ട് അഭിന്നമായ പുരുഷനെയും ചിത്തത്തെയും അത്രയ്ക്ക് വേർതിരിക്കാനാവാത്ത വിധം ഇരിക്കുന്ന കൊണ്ട് വിവേചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഭോഗം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ ഒന്നിലും ഭോഗം ഉണ്ടാവില്ല. ബുദ്ധിയുടെ പ്രവൃത്തി പലപ്പോഴും എല്ലായ്പ്പോഴും പരന്നു വേണ്ടിയാകയാൽ അത് സ്വാർത്ഥനിൽ നിന്ന് ഭിന്നമാണ്. സ്വാർത്ഥ സംയമം കൊണ്ട് പരാർത്ഥത്വാദന്യഃ സ്വാർത്ഥ സംയമാത് പുരുഷജ്ഞാനം. സ്വാർത്ഥ സംയമം കൊണ്ട് പുരുഷജ്ഞാനമുളവാകുന്നു. ബുദ്ധി എപ്പോഴും പരാർത്ഥമാണ്, വിഷയാർത്ഥമാണ്. തന്നിൽ നിന്ന് അന്യമായതിനു വേണ്ടിയാണ് ബുദ്ധി. ആ ബുദ്ധിയെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇന്ന് വരെ നമ്മുടെ ബുദ്ധി നമുക്ക് വേണ്ടിയല്ല. ചക്കയ്ക്ക് വേണ്ടി, മാങ്ങയ്ക്ക് വേണ്ടി, കപ്പയ്ക്ക് വേണ്ടി, കാച്ചിലിന് വേണ്ടി ഒക്കെ അല്ലാതെ നമുക്ക് വേണ്ടി ഇന്ന് വരെ നമ്മുടെ ബുദ്ധിയില്ല. ആ ബുദ്ധിയെയാണ് നമ്മൾ കേമമെന്ന് വിചാരിക്കുന്നത്. നമ്മളൊക്കെ അതീവ ബുദ്ധിമാന്മാരുമാണ്. കാരണം ഇതിൽ നമ്മൾ ബുദ്ധിയെ വളരെ അധികം പരിശീലിപ്പിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് യോഗാചാര്യന്മാർ ഉദ്ഘോഷിച്ചിട്ടുള്ള ഈ സിദ്ധാന്തത്തെ, യോഗാചാര്യന്മാരുടെ ഉദ്ഘോഷണമാണ് മുമ്പേ പറഞ്ഞത്. തത്വവൈശദീകാരൻ
സാഖ്യന്മാരുടെ മതം കൊണ്ട് സമർത്ഥിക്കുകയാണ് അടുത്തത്. ഏതച്ച മതാന്തരേവി സിദ്ധമിത്യാഹ തഥാ ചേതി പഞ്ചശിഖാചാര്യസ്യ സൂത്രം ഏകമേവ ദർശനം ഖ്യാതിരേവ ദർശനം ഇതി നനു കഥമേകം ദർശനം യാവത് ബുദ്ധേഃ ശബ്ദാദിവിഷയാവിവേക വിഷയാച വൃത്തിഃ പ്രാകൃതതയാ ജഡത്വേന അനുഭാവ്യ ദർശനം തതോ അന്യത് പുരുഷസ്യ ചൈതന്യമനുഭവോ ദർശനമിത്യത ആഹ ഖ്യാതിരേവ ദർശനമിതി ഉദയവ്യയധർമ്മിണീം വൃത്തിം ഖ്യാതി ലൗകികീമഭിപ്രത്യൈ തദുക്തം ഏകമേവേതി ചൈതന്യം തു പുരുഷസ്യ സ്വഭാവോ തഖ്യാതേഃ തത്തു ന ലോക പ്രത്യക്ഷ അഗോചരം അഭിത്വാഗമാനുമാനഗോചര ഇത്യർത്ഥഃ. ഈ തഥ്യ മതാന്തരത്തിലും മറ്റു മതത്തിലും എന്ന് പറഞ്ഞാൽ ഇവിടെ സാഖ്യത്തിലും കൂടി, മതാന്തരം ഇവിടെ സാഖ്യം, യോഗശാസ്ത്രം അല്ലാതെ സാഖ്യത്തിലും കൂടെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇത് പറയുന്നതിന് ഭാഷ്യകാരൻ പറയുന്നു തഥാ ചേതി. ഇത് പ്രമാണസ്വരൂപം. പഞ്ചശിഖാചാര്യൻ്റെ സൂത്രമാണ് ഉദ്ധരിച്ചിരിക്കുന്നത് ഭാഷ്യകാരൻ. ഇത് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ് തത്വവൈശാരദീകാരൻ. ഏകമേവ ദർശനം, അത്രേ ഭാഷ്യകാരൻ പറഞ്ഞുള്ളൂ, മുഴുവൻ പറയുകയാണ് തത്വവൈശാരദീകാരൻ. ഏകമേവ ദർശനം ഖ്യാതിരേവ ദർശനം. സൂത്രാർത്ഥം ഊഹ അപോഹങ്ങളെ കൊണ്ട് പ്രസ്താവിക്കുന്നു. അപ്പോൾ ആ ശങ്ക ഉദ്ധരിച്ചുകൊണ്ട് ബുദ്ധിയിലും പുരുഷനിലും ജ്ഞാനത്തിൻ്റെ ഏകരൂപത, ദർശന ഐക്യം. ഒരു വസ്തു കണ്ടു കഴിഞ്ഞ് ആ ദർശിച്ച വസ്തുവും താനുമായുള്ള ഐക്യം എങ്ങനെ ഉളവാകും? ഇതൊക്കെ പറയാനെടുക്കുന്ന സമയമൊന്നും വേണ്ട, ഇത് ഒന്നിക്കാൻ. അതാണ് ഇതിൻ്റെ രസം. ഇതൊന്നിക്കാൻ ക്ഷണനേരം മതി. ഒരു കുട്ടിയെ എടുത്തു പോകുന്നൊരമ്മ ഉത്സവപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവിടെ കളിപ്പാട്ടം വിൽക്കുന്ന ഒരുത്തൻ ആ കളിപ്പാട്ടത്തിലൊരു ശബ്ദം പുറപ്പെടുവിച്ചാൽ മതി. കുട്ടി വൃത്തികൾ എത്ര സജീവമാണെന്ന് നോക്കണം, ആ ശബ്ദം കേട്ടിടത്തേക്കൊന്ന് നോക്കും, പിന്നെ കരഞ്ഞ് നാനാവിധം നോക്കും അത് കൈ കിട്ടാതെ. കാരണം അതുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. അതിനത് മാറ്റിവെച്ച് കുട്ടിയെ നന്നാക്കാൻ പറ്റുമോ? വൃത്തി കുട്ടിയിൽ കിടക്കുകയാണ്. കുട്ടിക്ക് സ്വന്തമായി മേടിക്കാറാവുമ്പോൾ ആദ്യം ഇതെല്ലാം മേടിച്ചു കൂട്ടും, പഴയതിൻ്റെ പ്രതികാരം തീരാൻ. ഏതെല്ലാം മേടിച്ചു കൊടുത്താലും കൊടുക്കാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രായമാവുമ്പോഴും കുട്ടിയായി തന്നെ അവിടെ ഉണ്ടാവും. എല്ലാം മേടിച്ചു കൊടുത്തത് തീർക്കാൻ പറ്റുമോ? അതിൽ നിന്ന് 1000 വൃത്തികളുണ്ടാവും. അങ്ങനെ വരുന്നത് അതിന് കാരണം
ആ വൃത്തി ആ സമയത്താണ് ഉണരുന്നത്. അതിന് പ്രതികാരമൊന്നുമില്ല ആരോടും. ആ വൃത്തി ഓ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. താനുണ്ടാക്കി പറഞ്ഞതാണോ? അടുക്കയിരുന്ന് പാര വെച്ചതാണോ? അത് വേറെ കാര്യം. അത് നമ്മൾ പുനർചിന്തിക്കേണ്ട. സംഭവം ആദ്യം പഠിക്കുക. തിരക്ക് കൂടല. അറിയാൻ കാരണം